ഇന്നലെ എന്റെ അടുത്ത സുഹൃത്തായിട്ട് ഒരുമിച്ചിരിക്കുമ്പോൾ ഫോട്ടോ കണ്ടപ്പോൾ ഞാൻ വിളിച്ച് അന്വേഷിച്ചാണ്. ഇന്നലെ വൈകുന്നേരം ഒരു 9 മണിയോടുകൂടി ഞാൻ വിളിച്ചിരുന്നു. അപ്പൊ സാർ ഓക്കെ അല്ലേ എന്ന് വെച്ചാൽ കുഴപ്പമൊന്നുമില്ല. അതിൽ നിന്നുള്ള രീതിയിൽ സംഭവം ഉണ്ടാവാൻ അത്ര സ്ട്രോങ് പേഴ്സണാലിറ്റി ആയിരുന്നു. അങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ടാവുക എന്ന് പറയുന്നത് ചിന്തിക്കാൻ പറ്റുന്നില്ല. കാരണം അത്രയും സ്ട്രൈറ്റ് ആയിട്ട് പോകുന്ന ഒരു വ്യക്തി തന്നെയായിരുന്നു. നീ എപ്പോഴാ വരുന്നത്, എനിക്കൊന്ന് കാണണമെന്ന്. അപ്പോൾ ഞാൻ പറഞ്ഞു ഇന്ന് 7 മണിക്ക് കാണാമെന്ന് പറഞ്ഞാണ്. പക്ഷെ ആളുണ്ടായില്ല, ആള് പോയി. റോയ് സാറിന്റെ സ്റ്റാഫിന്റെ ഒരു വോയിസ് ആണ് നമ്മളിപ്പോൾ കേട്ടത്. ഈ വോയിസിൽ ആ വ്യക്തി വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്, സാറിനെ പോലെയുള്ള വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു വ്യക്തി ഇങ്ങനെ ചെയ്യുമെന്ന് ഒട്ടും പ്രതീക്ഷിച്ചിരുന്നില്ല. ഇങ്ങനെ ചെയ്യേണ്ട ഒരു ആവശ്യവും സാറിന് ഇല്ല എന്നുള്ളത്. ഒരുപക്ഷെ സമയമാകുമ്പോൾ നമുക്ക് ഓരോന്ന് തോന്നും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഈ ഒരു വിഷയം നമുക്ക് തള്ളിക്കളയാൻ പറ്റില്ല അല്ലേ. അല്ല, പല ന്യൂസ് ചാനലിലും പല കാര്യങ്ങളും പലതുമാണ് പറയുന്നത്, പലതുമാണ് നമ്മൾ കേൾക്കുന്നത്. എന്നാൽ ഇതിൽ അവിടെ ബാംഗ്ലൂർ ഉണ്ടായിരുന്നവർ കുറച്ച് പേരെടുത്ത് പറയുന്നുണ്ട്, ഇപ്പോൾ സാറിനെ കൊണ്ടുപോയ ഹോസ്പിറ്റല്, ആ ഒരു ഹോസ്പിറ്റൽ 8, 9, 10 കിലോമീറ്റർ അപ്പുറമാണ്. അതിനും അടുത്ത് നല്ലൊരു ഹോസ്പിറ്റൽ ഉണ്ടായിരുന്നു. എന്നിട്ട് പോലും അത്രയും സൗകര്യമില്ലാത്ത ഹോസ്പിറ്റലിലേക്ക് എന്തിന് സാറിന് കൊണ്ടുപോയി? ഇത്ര സൗകര്യങ്ങളുള്ള ഹോസ്പിറ്റൽ മറികടന്നിട്ടാണ് മറ്റു ഇടുക്കിലുള്ള കുറച്ച് ഉള്ളിലേക്കുള്ള ഒരു ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയത്. ഒരു പക്ഷേ കേരളത്തിലുള്ളവർക്ക് ആ ഹോസ്പിറ്റലിനെ കുറിച്ചോ ആ സ്ഥലത്തെക്കുറിച്ചോ കൂടുതൽ അറിവുണ്ടാണെന്നില്ല. പക്ഷെ ബാംഗ്ലൂരിലുള്ള, കർണാടകയിലുള്ള അല്ലെങ്കിൽ ബാംഗ്ലൂരിലുള്ള ഒരു മലയാളിയാണ് ഇതിനെക്കുറിച്ച് പറഞ്ഞുകൊണ്ട് വരുന്നത്. ഇത് കേട്ടപ്പോൾ എനിക്കും തോന്നി, സാറിനെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുമ്പോൾ അന്വേഷണ ഉദ്യോഗസ്ഥരാണ് ആംബുലൻസിൽ ഉണ്ടായത്. സാറിനെ അവിടെ നിന്ന് കൊണ്ടുപോകുമ്പോൾ ജീവൻ ഉണ്ടായിരുന്നു എന്നും ആംബുലൻസിൽ വെച്ചിട്ടാണ് ഇങ്ങനെ ഒരു ജീവൻ പോകുന്നതും എന്നുള്ളതും ന്യൂസ് ചാനലിലൂടെ തന്നെയാണ് നമ്മൾ അറിയുന്നത്. അങ്ങ് ഹോസ്പിറ്റലിൽ എത്തുന്നതിന് മുമ്പായിട്ട് സംഭവിച്ചത്. അങ്ങനെയാണെങ്കിൽ സാറിന് ഒരു 8-9 മിനിറ്റ് മാത്രമുള്ള ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാതെ എന്തിനാണ് 10 കിലോമീറ്റർ അപ്പുറമുള്ള ഹോസ്പിറ്റലിൽ കൊണ്ടുപോയത്? അതും തൊട്ടടുത്തുള്ള നല്ല നല്ല ഹോസ്പിറ്റൽ മറികടന്നാണ്. ഇതൊക്കെ സംശയത്തിന് വഴിയൊരുക്കുന്ന കാരണങ്ങളാണല്ലേ. ഇപ്പോൾ സാറിന്റെ സഹോദരൻ ഇപ്പോൾ ഇതിനെക്കുറിച്ച് പറയുന്നുണ്ട്. കേരള ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റിൽ നിന്നാണ് വന്നിരുന്നത്. ദേവേർ ഇൻ ഹിസ് ഓഫീസ്. അവർ 3 ദിവസമായിട്ട് അവർ ഓഫീസിലുണ്ട്. 28-ാം തീയതി വന്നാണ്. 28, 29, ഇന്നലെ 30-ാം തീയതി രാവിലെ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, റോയ് വിളിച്ചിട്ടുണ്ടായിരുന്നു. 10:40 രാവിലെ വിളിച്ചിട്ട് പറഞ്ഞു നീ എപ്പോഴാണ് വരുന്നത്, എനിക്കൊന്ന് കാണണമെന്ന്. അപ്പോൾ ഞാൻ പറഞ്ഞു ഇന്ന് 7 മണിക്ക് കാണാമെന്ന് പറഞ്ഞാണ്. പക്ഷെ ആളുണ്ടായില്ല, ആള് പോയി. അത് ആയിരിക്കാം. വേറെ ആൾക്ക് വേറെ ഒരു കടോ ബാധ്യതയോ അല്ലെങ്കിൽ ത്രെട്ടോ അങ്ങനത്തെ ഒന്നുമില്ല. അല്ല, അതിപ്പോ ഞാൻ ഫാമിലിയെന്ന് കോൺടാക്ട് ചെയ്യട്ടെ. ഞാൻ കണ്ടിട്ടില്ല, ഫാമിലിയെ കണ്ടിട്ടില്ല. റോയ് സാറിന്റെ സഹോദരന്റെ വാക്കുകളാണ് നമ്മളിപ്പോ കേട്ടത്. ഈ വോയിസിലൊക്കെ പറയുന്നുണ്ട്, ഇത് ഇങ്ങനെ ചെയ്യാൻ മാത്രമുള്ള ഒരു പ്രശ്നവും ഉണ്ടായിട്ടില്ല, ഒരു പ്രശ്നവും ഇല്ലാതിരിക്കെ എന്തിനാണ് ഇങ്ങനെ ചെയ്തത്? ഒരു പക്ഷേ അറസ്റ്റ് ചെയ്യും എന്നുള്ള തരത്തിലുള്ള ഭീഷണികൾ സാറിന് വന്നിട്ടുണ്ടാവായിരിക്കാം. അതുകൊണ്ടായിരിക്കും സാർ ഇങ്ങനെ ഒരു കാര്യം ചെയ്യാനായിട്ട് ഒന്നും ആലോചിച്ചില്ല, അറസ്റ്റൊക്കെ ചെയ്ത് നാണം കെട്ട്. പല ചാനലിലും പല തരത്തിലുള്ള വാർത്തകളാണ് വരുന്നത്. ഇതിൽ എന്തൊക്കെയോ ഒരു ദുരൂഹതയുണ്ട്. അതെന്തായാലും കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ തന്നെ പുറത്തു വരും. ഈ റെയ്ഡിൻ്റെ ഇടയിലും സാർ ഒരു കാര്യം ഉദ്യോഗസ്ഥരോട് ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു, തൻ്റെ അമ്മയോടൊന്ന് സംസാരിക്കണമെന്ന്. ഒരു പക്ഷേ അമ്മയോട് സംസാരിക്കാൻ ഒരു അവസരം ഇവർ കൊടുത്തിരുന്നുവെങ്കിൽ ഒരുപക്ഷെ സാർ ഇങ്ങനെ ഒരു കാര്യം ചെയ്യില്ലായിരുന്നു. അമ്മയോട് സംസാരിച്ച് ഒരുപക്ഷെ മനസ്സ് ആ ഒരു ടെൻഷൻ അത്രത്തോളം വന്നുകൊണ്ടായിരിക്കും അമ്മയോട് സംസാരിക്കണം എന്നുള്ളൊരു തോന്നൽ സാറിന് വന്നത്. ഇവർ അങ്ങനെ ഒരു മനുഷ്യപ്പറ്റി കാണിച്ചിരുന്നു എന്നുണ്ടെങ്കിൽ ഒരുപക്ഷെ സാർ ഇന്നും ഉണ്ടാവുമായിരുന്നു. എന്താണ് സംഭവിച്ചതെന്നുള്ളത് നമുക്കറിയില്ല. എന്തായാലും ഇദ്ദേഹത്തെ പോലെയുള്ള നല്ലൊരു മനസ്സിൻ്റെ ഉടമ, ഒരുപാട് പേരുടെ ജീവിതം തന്നെ മാറ്റിമറിച്ച ഒരു മനുഷ്യൻ എന്തുകൊണ്ട് ഇങ്ങനെ ചെയ്തു എന്നുള്ളൊരു ചോദ്യം, സത്യം ഇന്നല്ലെങ്കിൽ നാളെ പുറത്തു വരും. എല്ലാം നമുക്ക് കാത്തിരുന്ന് കാണാം. നമുക്ക് അടുത്ത വീഡിയോ ഇട്ട് കാണാം. അതുവരെയൊക്കെ എല്ലാവർക്കും